ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. രാജ്യപുരോഗതിയും വികസിത ഭാരതത്തിലേക്കുള്ള പ്രയാണവും ത്വരിതപ്പെടുത്തുന്നതാണ് കേന്ദ്ര ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര ബജറ്റിൽ കൃഷി, ഗ്രാമീണ സമൃദ്ധി, നഗരവികസനം, പരിഷ്കരണങ്ങൾ എന്നിവയ്ക്കാണ് ഊന്നൽ നൽകുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇടത്തരക്കാർക്കും യുവാക്കൾക്കും ഗുണം ചെയ്യുന്ന ഒന്നും ബജറ്റ് പ്രഖ്യാപനത്തിലില്ലെന്ന് പ്രതിപക്ഷം. കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളെ ആകെ കേന്ദ്ര ബജറ്റ് നിരാകരിച്ചതായി മുഖ്യമന്ത്രി. കേരളത്തിന് നിരാശയെന്ന് പ്രതിപക്ഷ നേതാവ്. വഖഫ് ഭേദഗതി ബില്ലിന്മേലുള്ള സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ട് നാളെ ലോക്സഭയിൽ. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന 38ാമത് ദേശീയ ഗെയിംസിൽ മെഡൽ നേട്ടം തുടർന്ന് കേരളം. ICC അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പോരാട്ടം. വാർത്തകൾ വിശദമായി. വികസിത ഭാരതത്തിലേക്കുള്ള പ്രയാണത്തെ ത്വരിതപ്പെടുത്തുന്നതാണ് കേന്ദ്ര ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ഇടത്തരക്കാർക്ക് ബജറ്റ് ഏറെ ഗുണം ചെയ്യുമെന്നും കാർഷിക മേഖലയെ ശാക്തീകരിക്കുന്നത് വഴി ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. बजट में किसानों के लिए जो घोषणा हुई है वो कृषि क्षेत्र और समूची ग्रामीण अर्थव्यवस्था में नई क्रांति का आधार बनेगी. PM धन धान्य कृषि योजना के तहत 100 जिलों में सिंचाई और इंफ्रास्ट्रक्चर का डेवलपमेंट होगा. എല്ലാ വിഭാഗങ്ങളെയും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നും സ്വയം പര്യാപ്ത ഇന്ത്യയിലേക്കുള്ള ചൂണ്ടുപലകയാണ് ഈ ബജറ്റെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിച്ചു. അതേസമയം ബജറ്റിൽ ഇടത്തരക്കാർക്കും യുവാക്കൾക്കുമായി ഒന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ മാതൃകാപരമായ മാറ്റങ്ങളായിരുന്നു ബജറ്റിൽ കൊണ്ടുവരേണ്ടിയിരുന്നതെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. യുവാക്കൾ അനുഭവിക്കുന്ന തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള ഒന്നും ബജറ്റിൽ ഇല്ലെന്ന് കോൺഗ്രസ് MP ശശി തരൂർ പ്രതികരിച്ചു. आपके पास तनख्वाह है तो आप कम टैक्स देंगे, लेकिन जिनके पास रोजगार नहीं है उनके पास तनख्वाह कहाँ से है? और बेरोजगारी के बारे में कुछ नहीं सुना. फाइनेंस मिनिस्टर के भाषण में कहाँ थे बेरोजगारी, कहाँ थे हमारे युवाओं के वर्ल्ड रिकॉर्ड अनएम्प्लॉयमेंट जो है हमारे देश में बेरोजगारी. ഉപഭോഗം വർദ്ധിപ്പിക്കാനുള്ള ബജറ്റിലെ നടപടികൾ സ്വാഗതം ചെയ്യുന്നതായി വ്യവസായ പ്രമുഖർ അറിയിച്ചു. കൃഷി, ഗ്രാമീണ സമൃദ്ധി, നഗരവികസനം എന്നിവയിൽ ഊന്നൽ നൽകുന്നതാണ് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ബജറ്റ് അവതരണത്തിന് ശേഷം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും ബജറ്റിൽ മുൻഗണന നൽകിയതായി ധനമന്ത്രി പറഞ്ഞു. 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനം 1 കോടിയിലധികം ആളുകൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞു. It's equally true that when fundamental requirements are taken care of, when you're bringing in additional overhead, there is a pace at which those additions happen. So it's not as if there is no thirst for capital expenditure, but now it'll be at a pace in which you can build on each one of the developments that you've done prior. കഴിഞ്ഞ ജൂലൈയിൽ പ്രഖ്യാപിച്ച ആദായ നികുതി ലഘൂകരണം പൂർത്തിയായെന്നും ഇതുമായി ബന്ധപ്പെട്ട പുതിയ ആദായ നികുതി ബില്ല് അടുത്ത ആഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും കേന്ദ്ര ധനമന്ത്രി അറിയിച്ചു. രാജ്യത്തിന്റെ സമസ്ത വിഭാഗങ്ങളെയും ഒരുപോലെ പരിഗണിക്കുന്നതാണ് കേന്ദ്ര ബജറ്റെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. പ്രതിരോധ മേഖലയെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തിന് കരുത്തേകുന്ന പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. 6.81 ലക്ഷം കോടി രൂപയാണ് പ്രതിരോധ മന്ത്രാലയത്തിനായി വകയിരുത്തിയിട്ടുള്ളത്. വികസിത ഭാരതം എന്ന ആശയം സാക്ഷാത്കരിക്കുന്നതാണ് കേന്ദ്ര ബജറ്റെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. വികസനം, പരിഷ്കരണം എന്നീ മൂല്യങ്ങൾ ബജറ്റിന്റെ അടിത്തറയാണെന്നും കർഷകർ മുതൽ ഫിൻടെക് വരെയും ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ മുതൽ നിർമ്മിത ബുദ്ധി വരെയുമുള്ള സമസ്ത മേഖലകളും ബജറ്റിൽ പരിഗണിച്ചതായും ശ്രീ വൈഷ്ണവ് വ്യക്തമാക്കി. കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളെ ആകെ കേന്ദ്ര ബജറ്റ് നിരാകരിച്ചതായും ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട്, വിഴിഞ്ഞം എന്നിവ ബജറ്റ് പരിഗണിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബജറ്റ് കേരളത്തിന് നിരാശാജനകമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. കേരളത്തിന് ന്യായമായ പരിഗണന പോലും ബജറ്റിൽ ലഭിച്ചില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. അതേസമയം കേന്ദ്ര ബജറ്റിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവാണ് കേരളമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു.
NDA സർക്കാരിന്റെ മൂന്നാം ടേമിലെ ആദ്യ സമ്പൂർണ്ണ ബജറ്റാണ് കേന്ദ്ര ധനമന്ത്രി ഇന്നലെ അവതരിപ്പിച്ചത്. കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്ക് പ്രത്യേക പ്രാധാന്യമാണ് കേന്ദ്ര ബജറ്റ് നൽകുന്നത്. കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ വായ്പാ പരിധി 3 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷമായി ഉയർത്തും. കുറഞ്ഞ വിളവ് ലഭിക്കുന്ന 100 ജില്ലകളിൽ PM ധൻധാന്യ കൃഷി യോജന നടപ്പാക്കും. പഴം പച്ചക്കറി ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള സമഗ്ര പദ്ധതിക്കും അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വികസിപ്പിക്കാൻ പ്രത്യേക ദൌത്യത്തിനും തുടക്കം കുറിക്കും. ക്യാൻസർ ഉൾപ്പെടെയുള്ള ഗുരുതര രോഗങ്ങൾക്കുള്ള 36 ജീവൻ രക്ഷാ മരുന്നുകൾക്ക് കൂടി കസ്റ്റംസ് തീരുവ പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ നടത്തുന്ന രോഗി സഹായ പദ്ധതികൾക്ക് കീഴിലുള്ള മരുന്നുകൾ അവ രോഗികൾക്ക് സൌജന്യമായി നൽകുമെങ്കിൽ തീരുവയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. വഖഫ് ഭേദഗതി ബില്ലിന്മേലുള്ള സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ട് നാളെ ലോക്സഭയിൽ. സമിതി ചെയർമാൻ ജഗദാംബിക പാലും അംഗം സഞ്ജയ് ജയ്സ്വാളും റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. സമിതിക്ക് മുന്നിലെത്തിയ തെളിവുകളുടെ രേഖയും മേശപ്പുറത്ത് വയ്ക്കും. ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കളുടെ നടത്തിപ്പിനെ നിയന്ത്രിക്കുന്ന 1995 വഖഫ് നിയമം പരിഷ്കരിക്കാനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഡൽഹിയിൽ പ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. BJPയുടെ മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് RK പുരത്ത് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, അജയ് മാക്കൻ തുടങ്ങിയവരും ഇന്ന് തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കും. ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളും പ്രചാരണ രംഗത്ത് സജീവമാണ്. നീതിയുക്തവും അഴിമതിരഹിതവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിനായി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പിന് മുൻപുള്ള 72 മണിക്കൂറിൽ ക്രമസമാധാനം ഉറപ്പുവരുത്തണം. പണമൊഴുക്കി വോട്ടർമാരെ സ്വാധീനിക്കുന്നില്ല എന്ന് ഉറപ്പാക്കണം. മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഒഴുക്ക് തടയണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന 38ാമത് ദേശീയ ഗെയിംസിൽ മെഡൽ നേട്ടം തുടർന്ന് കേരളത്തിന് ഇന്നലെ 3 സ്വർണം ലഭിച്ചു. നീന്തലിൽ സജൻ പ്രകാശും ഹർഷിത ജയറാമും വുഷുവിൽ K മുഹമ്മദ് ജാസിലുമാണ് സ്വർണം നേടിയത്. ഗെയിംസിൽ 7ാം സ്ഥാനത്താണ് കേരളം. സർവീസസാണ് 1ാമത്. കർണാടകയാണ് 2ാം സ്ഥാനത്ത്. വനിതകളുടെ ബാസ്കറ്റ്ബോൾ, വോളിബോൾ ഇനങ്ങളിലെ ഫൈനലിൽ കേരളം ഇന്നിറങ്ങും. ICC Under-19 വനിതാ T20 ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. മലേഷ്യയിലെ ബയുമാസ് ഓവലിൽ ഉച്ചയ്ക്ക് 12 മണിക്കാണ് മത്സരം. സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ 9 വിക്കറ്റിന്റെ ജയത്തോടെയാണ് നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഫൈനലിലെത്തിയത്. ഓസ്ട്രേലിയയെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ദക്ഷിണാഫ്രിക്ക ഫൈനൽ യോഗ്യത നേടിയത്. ഇന്ത്യ ഇംഗ്ലണ്ട് T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് പോരാട്ടം. 5 മത്സരങ്ങളുടെ പരമ്പര ഇതിനകം 3-1 ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. 77 രാജ്യങ്ങളിൽ നിന്നുള്ള 118 അംഗ പ്രത്യേക പ്രതിനിധി സംഘം പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ പങ്കെടുത്തു. ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്ത സംഘം കുംഭമേളയിലെ ക്രമീകരണങ്ങളെ അഭിനന്ദിച്ചു. മേളയിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കിയ കേന്ദ്ര, ഉത്തർപ്രദേശ് സർക്കാരുകൾക്ക് പ്രതിനിധി സംഘം നന്ദി അറിയിച്ചു. ഇന്ന് ലോക തണ്ണീർത്തട സംരക്ഷണ ദിനം. തണ്ണീർത്തടങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആഗോള അവബോധം വളർത്തുകയാണ് ദിനാചരണം ലക്ഷ്യമിടുന്നത്. പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കൽ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രാജ്യത്തെ റാംസർ സൈറ്റുകളുടെ എണ്ണം ഈ വർഷം പരിസ്ഥിതി മന്ത്രാലയം 89ആയി ഉയർത്തിയിരുന്നു. സൊമാലിയയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് കേന്ദ്രത്തിനെതിരെ US സൈന്യം വ്യോമാക്രമണം നടത്തി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2ാം വട്ടവും അധികാരത്തിലെത്തിയതിനു ശേഷം ആഫ്രിക്കൻ രാജ്യത്ത് നടക്കുന്ന ആദ്യ ആക്രമണമാണിത്. പ്രാഥമിക വിലയിരുത്തലിൽ IS പ്രവർത്തകർ കൊല്ലപ്പെട്ടതായി സൂചനയുണ്ട്. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ ഇന്നലെ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 8 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ജില്ലാ റിസർവ് ഗാർഡും കോബ്ര സേനയും നക്സൽ വിരുദ്ധ നീക്കങ്ങൾക്കായി പ്രത്യേകം രൂപീകരിച്ച ദൌത്യസേനയും ചേർന്ന് നടത്തിയ സംയുക്ത നീക്കത്തിലാണ് മാവോയിസ്റ്റുകളെ വധിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യപുരോഗതിയും വികസിത ഭാരതത്തിലേക്കുള്ള പ്രയാണവും ത്വരിതപ്പെടുത്തുന്നതാണ് കേന്ദ്ര ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര ബജറ്റിൽ കൃഷി, ഗ്രാമീണ സമൃദ്ധി, നഗരവികസനം, പരിഷ്കരണങ്ങൾ എന്നിവയ്ക്കാണ് ഊന്നൽ നൽകുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇടത്തരക്കാർക്കും യുവാക്കൾക്കും ഗുണം ചെയ്യുന്ന ഒന്നും ബജറ്റ് പ്രഖ്യാപനത്തിലില്ലെന്ന് പ്രതിപക്ഷം. കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളെയാകെ കേന്ദ്ര ബജറ്റ് നിരാകരിച്ചതായി മുഖ്യമന്ത്രി. കേരളത്തിന് നിരാശയെന്ന് പ്രതിപക്ഷ നേതാവ്.
വഖഫ് ഭേദഗതി ബില്ലിന്മേലുള്ള സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ട് നാളെ ലോക്സഭയിൽ. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന 38ാമത് ദേശീയ ഗെയിംസിൽ മെഡൽ നേട്ടം തുടർന്ന് കേരളം. ICC അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.